18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ രാജ്യം കൊടുക്കുന്നുണ്ട്. രാജ്യം അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള സംരക്ഷണവും രാജ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടുകാർ നിർബന്ധിക്കുകയാണ്, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ഞാൻ 18ാമത്തെ വയസ്സിൽ നിൽക്കുന്നത്, അതുകൊണ്ടൊക്കെ വിവാഹം കഴിച്ച് അങ്ങ് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓക്കെ ഒരു 25 വയസ്സ് വരെയൊക്കെ രാജ്യം നൽകുന്ന സംരക്ഷണത്തിലൊക്കെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചിട്ട് ഈ പ്രണയവും പഠനവും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകാമല്ലോ. ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ. ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. രാജ്യത്തിന്റെ സംരക്ഷണം ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ആരെയും പേരെടുത്ത് പരാമർശിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ട ആ ഒരു കാര്യം മാത്രം, ആ ഒരു ടോപ്പിക്ക് മാത്രം ഇതിൽ നിന്നെടുത്താൽ മതി. അല്ലാതെ വേറെ ആളുകളുടെ ജീവിതം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ കമൻസ് അതുമായി പറയേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 19 വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ 31 വയസ്സുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ, യുവാവിനെ വിവാഹം കഴിക്കുന്നു. പിന്നെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയി. ഈ 19 വയസ്സുള്ള പെൺകുട്ടി, അതും നിയമ വിദ്യാർത്ഥി ആയിരിക്കെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കെ, 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സോഷ്യൽ മെസ്സേജിനെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് വലിയ കൂട്ടം ആളുകളുടെയും ഒരു ആകുലത. അതിൽ ഇത്ര ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആളുകൾക്ക് വലിയ ആകുലത. ഒന്ന് ഏജ് ഗ്യാപ്പ്, പിന്നെ ഒന്ന് മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചില ആദികളാണ്. ഈ 2 കാര്യങ്ങളും അത് കൂടാതെ ചില കാര്യങ്ങളും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. 10-12 വർഷത്തെ നല്ല ഗംഭീരമായിട്ടുള്ള സൗഹൃദത്തിന് ശേഷം ഞാനും എൻ്റെ പ്രിയ പങ്കാളിയും വിവാഹം എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് ഒഫീഷ്യലി എത്തുന്നത് എൻ്റെ 31ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിലുമാണ്. അതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒത്തുവന്നത് ഞങ്ങളുടെ ആ ഒരു പ്രായത്തിലാണ്. ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ കാര്യമായിട്ട് ഇതിലേക്കൊന്നും ഫോഴ്സ് ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രൊഫഷന് അവർ കൂടുതൽ മുൻഗണന നൽകി. ഞങ്ങൾ പറയുന്ന ഒരു ടൈമിൽ വിവാഹം നടത്താൻ വേണ്ടി അവർ റെഡിയായിരുന്നു. അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയധികം ആളുകൾ പറയുന്ന ഒരു കാര്യം തന്നെ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. വളരെയധികം പെട്ടെന്ന് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബാക്കപ്പ് ഒക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേരൻസിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകളെയോ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അതേപോലെ തന്നെ പ്രൊഫഷണലി ഞങ്ങൾ ചെയ്യാനുള്ള ഞങ്ങളുടെ മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ ഒരു ഏജ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് വേറെ വലിയ കാര്യമായിട്ടുള്ള ബാഗേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ഈ ഒരു പ്രായത്തിൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോ ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എനിക്ക് അത് വളരെയധികം ആസ്വദിക്കാനായിട്ട് പറ്റി. കാരണം നമ്മൾ തന്നെ ഫണ്ട് ചെയ്യുന്നു, നമ്മൾ ആഗ്രഹമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിൽ കുറച്ചൊക്കെ നല്ല ആർഭാടമായിട്ട് തന്നെ നടത്തിയൊരു വിവാഹമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തു. പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്തിലായിരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ചത്. ഇനി ഈ ഏജിൽ വിവാഹം കഴിക്കുന്നത് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഒരിക്കലും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് കുട്ടികളായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 30 വയസ്സ് വരെ 31 വയസ്സ് വരെയൊക്കെ കാക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പേഴ്സണലി കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് കുട്ടികളെയൊക്കെ വളർത്തി മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. നമ്മൾ ലേറ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിനുശേഷം ഉണ്ടാവുന്നു. ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ 2 ആളുകൾക്കും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്തോരം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും കാര്യങ്ങളൊക്കെയാണ്. 2 ആളുകൾക്കും ആരോഗ്യപരമായിട്ടുള്ള ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ വിവാഹം കഴിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. കുട്ടികളെയൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കുടുംബമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകണം എന്ന ആഗ്രഹത്തോടെ പ്രണയിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിവാഹം കഴിച്ചോളുക. നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇന്ന ലോൺ ക്ലോസ് ചെയ്തിട്ട് ഇന്ന പരിപാടി സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് നിങ്ങളൊരു മിഷനിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല ഈ സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വിവാഹിതരാവുന്ന ആളുകളൊന്നും കൺസിഡർ ചെയ്യണം. നമ്മളുടെ വളരെ യങ് ഏജിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക്
നമ്മൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ നല്ല ഏജിൽ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളത് രസമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഇനി പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് വരാം. ഈ 19 വയസ്സും 31 വയസ്സും ഈ ഏജിന് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റെലവൻസ് ഉണ്ടോ? ഏജിന് കാര്യമായിട്ടുള്ള റെലവൻസ് ഉണ്ട്. ഇന്ത്യയിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ധൈര്യമായിട്ട് വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനായിട്ടുള്ള പ്രായം 18 ഒരു പെൺകുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം. ആൺകുട്ടികൾക്ക് 21 വയസ്സുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. ഈ ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം തരുന്ന കരിയർ ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് വളരെ അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംഗതിയാണ്. എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ക്രിയേറ്റർക്കും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. എനിക്കുണ്ടാവും, വേറെ ഒരാൾക്കുണ്ടാവും. അതിനെ എത്രത്തോളം ഇങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു, സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഓരോ ആളുകളുടെ സ്കില്ലാണ്. എപ്പോഴും മീഡിയ പ്ലാറ്റ്ഫോംസിന് ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോംസ് മാറും. നമ്മളൊരു കാലത്ത് ഫേസ്ബുക്ക് കാര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് മുൻപ് ഓർക്കുഡ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം വന്നു. ഇങ്ങനെ ആളുകൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എപ്പോഴും നമുക്ക് ആളുകളെ രസിപ്പിക്കുക, ചിരിപ്പിക്കുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയും ചെയ്ത് അനന്തകാലം മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ കരിയർ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഈ 19 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കരിയർ പ്രൊഫഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ആദിയും ആകുലതയും പല ആളുകൾക്കുണ്ട്. ഇനി ഏജിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏജ് ഗ്യാപ്പാണ് ആളുകൾ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയുന്നത്. ഒരു ഡൊമിനൻസ് ഇതിൽ കൂടുതൽ ഏജുള്ള ആൾക്ക് ഇയാളുടെ മേൽ, ഏജ് കുറവുള്ള ആളുടെ മേൽ, അതൊരു സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് കൂടുതലായി ഉണ്ടാകുമോ എന്നുള്ളൊരു ആദി പല ആളുകൾക്കുണ്ട്. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിപ്പോൾ ഏജുമായി ബന്ധപ്പെട്ട് വലിയ കണക്ഷനൊന്നുമില്ല. ഇപ്പോൾ പെട്രിയാർക്കൽ മൈൻഡ് സെറ്റുള്ള ഒരു സ്ത്രീയും അതേപോലെ തന്നെ അതേ മൈൻഡ് സെറ്റുള്ള ഒരു പുരുഷനും 31 വയസ്സിലും 30-ാമത്തെ വയസ്സിലും വിവാഹം കഴിച്ചാലും അതിൽ മെയില് ഡൊമിനൻ്റ് ആയിരിക്കും, ഡൊമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ പുള്ളിക്കാരി കുറച്ച് താഴ്ന്നു നിൽക്കേണ്ടി വരും, നന്നായിട്ട് താഴ്ന്നു നിൽക്കേണ്ടി വരും. അപ്പോൾ ഏജുമായിട്ട് അതിന് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിലും 31 വയസ്സുള്ള ഒരു ആൺകുട്ടി വളരെ പ്രോഗ്രസീവാണ്, ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 19 വയസ്സുകാരിക്കും 31 വയസ്സുകാരനും വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതൊന്നും വലിയൊരു ഏജ് ഗ്യാപ്പായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറില്ല. ഇതിൽ ഈ 19 വയസ്സുകാരി എന്ന് പറയുന്നതാണ് ഇതിനകത്തെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു എലമെന്റ്. ഈ 31 വയസ്സ് എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ളൊരു പ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 31 വയസ്സിൽ 31-ാമത്തെ വയസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടിലും 8 വയസ്സിൽ താഴെയുള്ള ആളുകളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അതിൽ തന്നെ കുട്ടികളായിട്ടുള്ള ആളുകൾ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയ സൗഹൃദങ്ങൾ. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമുക്ക് ജനറലായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, പല പെൺകുട്ടികൾക്കും ഇപ്പോൾ നമ്മളൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള ആളുകളുടെ കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. പല പെൺകുട്ടികൾക്കും 31 വയസ്സുള്ള ഒരാളുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ലോകവീക്ഷണമുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? എൻ്റെ ഒരു തോന്നൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കാര്യമായിട്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലുള്ള ഡിസ്കഷൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇവരുടെ സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ചിട്ടും അത് ഹനിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചിട്ടും സ്ത്രീകളിൽ ഒരു വലിയ കൂട്ടം ആളുകൾ, ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് ഒക്കെ ബോധവതികളാണ്. അവർക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഡിസ്കഷൻസിൻ്റെ ഒക്കെ ഭാഗവാക്കാവുന്ന സമയത്തും ഈ ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു പ്രൊമോഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവണം, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ആർജിക്കുന്ന ചില അറിവുകൾ കൊണ്ടും അവർക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ഈ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. 31 വയസ്സുള്ള ഒരാൾ കൂടുതൽ പവർ ഡൊമിനൻസ് എടുക്കുമോ ഈ 19 വയസ്സുകാരിയോട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവരൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളവിടെ പോയി ഇങ്ങനെയുള്ള ആകുലതകൾ പങ്കുവെക്കുന്നത് ഇമ്മച്വർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആകുലതകൾ പങ്കുവയ്ക്കുന്ന പല ആളുകളും അവരുടെ 30കൾ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഇവരൊരു ഡിസിഷൻ എടുത്ത് അവർ വിവാഹിതരായതിനു ശേഷം ഇങ്ങനെയുള്ള ആകുലതകൾ പോയി അവിടെ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ ഇമ്മച്യൂരിറ്റിയാണ്. ആ ഒരു ഇമ്മച്യൂരിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 31 വയസ്സിന് ശേഷവും 40-ാമത്തെ വയസ്സിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രായവും മെച്യൂരിറ്റി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും? പിന്നീട് പറയുന്ന ഒരു ആകുലത ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ്. ഫിനാൻഷ്യലി ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനെക്കുറിച്ചിട്ടും കൂടുതലായിട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ തൊഴിലവസരങ്ങളാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരാളെ നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പെർസോണ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നാളെ ഒരു യൂട്യൂബ് ചാനലോ
അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ ആരംഭിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അദ്ദേഹം വളരെ നേരത്തെ തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയ ഒരാളാണ്. നമ്മൾ ഇതേ ആർഗ്യുമെന്റ് പറയുന്ന സമയത്ത് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല കുട്ടികളെയും +2 കഴിഞ്ഞിട്ടുള്ള പല കുട്ടികളെയും വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടാറുണ്ട്. വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, വിടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് അവർ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് ലോൺ വരെ അടയ്ക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആളുകളെ അവർ വിവാഹിതരായതുകൊണ്ട് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നത്? അവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത് തൊഴിലെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഏജാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയുമൊക്കെ ആയിട്ടാണ് ആണും പെണ്ണും ഒക്കെ മുന്നോട്ടേക്ക് ജീവിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരെ കയ്യെ പിടിച്ച് അതിൽ നിന്ന് മാറ്റി നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കും, നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിന്നീട് വിവാഹം കഴിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവിടെയും ഉറപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെയാണോ സമാധാനം, അവിടെയാണോ സമാധാനം, ഏതാണ് ഏറ്റവും ഷ്യൂരിറ്റിയോടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. ഓരോ ആളുകളുടെ ലൈഫാണ്, ഓരോ ചോയ്സുകളാണ്, ഓരോ സാഹചര്യങ്ങളിലേക്ക് സ്വന്തം തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ബാധ്യതകളും അതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും അതിൻ്റെ ഗെയിനും അതിൻ്റെ ലോസും ഒക്കെ അവർ തന്നെ സഹിച്ചോളും. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് കമൻസ് പറയേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ കമൻ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, ഓക്കെ, നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടിക്ക് 18 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്, അത് അരുത് എന്ന് നമുക്ക് പറയാം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുശേഷം അവരെടുക്കുന്ന തീരുമാനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വവും അതിൻ്റെ ഗെയിനും ലോസും ഒക്കെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന സംഗതികളാണ്. നമുക്കതിൽ അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരികയാണ്. 19 വയസ്സൊക്കെ ഉള്ള ആളുകൾ പലരും അന്നെങ്കിൽ വിവാഹം കഴിച്ചേക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഒരു അഡ്വാൻറ്റേജ് മാത്രമായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് കൂടുതലായി വന്നിട്ടുണ്ടാവുക. കുട്ടികൾ, അത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യരുത് പല ആളുകളും. നിങ്ങളൊരു ഏജ് വെച്ചിട്ട് നിങ്ങൾക്കൊരു 25 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജും ആ പറഞ്ഞ ഒരു ഉപദേശവും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 19 വയസ്സുള്ള ഒരാൾ അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റോളിന് വേണ്ടി മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ അമ്മയാവുക, അച്ഛനാവുക, അങ്ങനെ ഒരു റോളിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആണ് പല സാഹചര്യങ്ങളിലും. അത് ബോറിംഗ് ആണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് അല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങളിൽ പല ആളുകളുടെയും പേരൻസ് എപ്പോഴും ഈ ഒരു ആദിയും വ്യാധിയും അങ്കലാപ്പും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച കണക്കും നിങ്ങളെ ചുമന്ന കണക്കും പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും അത്ര നല്ല രീതിയിൽ ആ ഒരു റോൾ ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിച്ച ആളുകളൊന്നുമല്ല. അതുമായി ബന്ധപ്പെട്ട അതൃപ്തികളുണ്ട്. എങ്ങനെയാണ് അതൃപ്തികൾ വരുന്നത്? ഒരു റോള് മാത്രം ചെയ്ത് ജീവിതത്തിൽ അത് മാത്രമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം തീരുമാനങ്ങളും എവിടെയോ കാറ്റിൽ പറന്നു പോകും. നിങ്ങളിൽ പല ആളുകളുടെയും പേരൻസ് അവരുടെ ഒരു ലൈഫ് നോക്കിയേ, അവർ സ്വന്തമായിട്ട് ഒരു നല്ല ബ്രാൻഡഡ് ഷർട്ട് എടുക്കാൻ പോലും പലപ്പോഴും ആഗ്രഹിക്കാറില്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള പൈസ ചിലവാക്കാറില്ല. ഒരു ഏജൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി ഒന്നും ചിലവാക്കാറില്ല. നിങ്ങൾ നല്ല ഷൂസിന് വേണ്ടിയും നിങ്ങൾ നല്ല ജീൻസിന് വേണ്ടിയും നിങ്ങൾ നല്ല ഷർട്ടിന് വേണ്ടിയും നല്ല ഓർണമെന്റ്സിന് വേണ്ടിയും നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് അവരെത്താറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 20ാമത്തെ വയസ്സിലോ 21ാമത്തെ വയസ്സിലോ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്തൊരു ബോറിങ് പരിപാടിയായിരിക്കും. ഒരു 25ലൊക്കെ നിങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ ഏകദേശം ഓക്കെ ആയതിനു ശേഷം ഈ ഫിനാൻഷ്യലി സെറ്റിൽ ആവുക എന്ന് പറയുന്നത് ലോൺ എടുത്ത് വലിയ വീട് വെച്ച് വലിയ കാറ് വാങ്ങുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ടല്ല കേട്ടോ. നിങ്ങളുടെ അക്കൗണ്ടിൽ അത്യാവശ്യം നിങ്ങൾക്കൊരു വർഷം ജോലി ഇല്ലാതിരുന്നാലും ജീവിക്കാൻ പറ്റുന്ന ഒരു തുകയൊക്കെ ഫണ്ടായിട്ട് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയും വരുമാനവും ഒക്കെ ആവുന്ന സമയത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റു വലിയൊരു ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് സമൂഹത്തെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ സെറ്റിലായി എന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരസ്പര ധാരണയോടെ വിവാഹത്തിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ രാജ്യം കൊടുക്കുന്നുണ്ട്. രാജ്യം അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള സംരക്ഷണവും രാജ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടുകാർ നിർബന്ധിക്കുകയാണ്, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ഞാൻ 18ാമത്തെ വയസ്സിൽ നിൽക്കുന്നത്, അതുകൊണ്ടൊക്കെ വിവാഹം കഴിച്ച് അങ്ങ് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ഓക്കെ ഒരു 25 വയസ്സ് വരെയൊക്കെ രാജ്യം നൽകുന്ന സംരക്ഷണത്തിലൊക്കെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സഹായമൊക്കെ അഭ്യർത്ഥിച്ചിട്ട് ഈ പ്രണയവും പഠനവും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകാമല്ലോ. ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ലല്ലോ. ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. രാജ്യത്തിന്റെ സംരക്ഷണം ഉണ്ടല്ലോ. അല്ലാതെ വിവാഹമാണ് ആ ഒരു സമയത്തെ ഒരു പ്രണയബന്ധം
ഉണ്ടെന്ന് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷപ്പെടൽ എന്ന് വിചാരിക്കുന്നത് അത്ര നല്ല വയസ്സായിട്ടുള്ളൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സമയത്ത് ഒരു സ്ത്രീ വലിയ കാര്യമായിട്ടുള്ള സ്വാതന്ത്ര്യമോ വിമോചനമോ ഒന്നും നേടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാറ്റസിൽ നിന്ന് നിങ്ങളൊരു റോളിലേക്ക് ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൽ വലിയ കാര്യമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ചൊക്കെ കാത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വേണ്ടിയാണ്. നേരത്തെ തന്നെ ഒരു റോളിലേക്ക് പോകണോ എന്നുള്ളത് വളരെയധികം ആലോചിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.